മക്കളെ, അപ്പൊ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ MK ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൃത്യമായി എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്ന 3 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. ഓക്കെ അല്ലേ മക്കളെ, നമുക്ക് തുടങ്ങാം. വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്തിനെ നമുക്ക് D എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഹൈറ്റിനെ നമ്മൾ H എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചതുപോലെ ഡെപ്തിനെ നമുക്ക് D എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ ആദ്യമേ പഠിച്ച് തീർക്കണം മക്കളെ. നമ്മൾ ഈ ഫിസിക്സ് പോലെയുള്ള വിഷയങ്ങൾ കുട്ടികൾക്ക് പൊതുവെ ബുദ്ധിമുട്ടായിട്ടാണ് വരാറ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഡെറിവേഷൻസ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു മാറ്റണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുള്ളൂ. സോ കുറെ കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്യുക. തുടർച്ചയായിട്ട് മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സും ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്ത് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ വീണ്ടും വരയ്ക്കുന്നതാ എർത്തിന്റെ പടം. ഓക്കെ, ചുമ്മാ ഒരു പടം നമ്മൾ അങ്ങോട്ട് വരയ്ക്കുന്നു. സിമ്പിൾ ആയിട്ട് ഒരു പടം വരയ്ക്കുന്നു. വീണ്ടും എർത്തിന്റെ ഒരു പടം വരച്ചു. എർത്തിന്റെ സർഫസിൽ നിന്നും സെന്ററിലേക്ക്, അല്ലെ സെന്ററിൽ നിന്നും സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആ എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹൈറ്റിലല്ല. എർത്തിന്റെ സർഫസിൽ നിന്നും H ഹൈറ്റിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെപ്തിലാണ്. ഡെപ്ത് എന്ന് പറയുമ്പോൾ എർത്തിനകത്തേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പൊ എർത്തിന്റെ അകത്തേക്ക് ഇറങ്ങി ചെന്നു. ഓക്കെ, കാണിച്ചു തരാം. എർത്തിന്റെ അകത്തേക്ക് D ഡെപ്തിലേക്ക് പോയി. സർഫസിൽ നിന്നും D ഡെപ്തിലേക്ക് പോയി. അപ്പൊ D ഡെപ്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സർഫസ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ D ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ മക്കളെ, നമ്മൾ എർത്തിന്റെ സർഫസിൽ നിന്നും എങ്ങോട്ടേക്ക് പോയടാ? D ഡെപ്തിലേക്ക് പോയി. D ഡെപ്തിലേക്ക് അകത്തേക്ക് പോയി. ആ അകത്ത് ഒരു പോയിന്റിലാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അത് ഉൾപ്പെടുന്ന ഒരു സ്പിയർ പോലെ ഞാൻ കൺസിഡർ ചെയ്തു. D ഡെപ്തിലേക്ക് പോയപ്പോൾ ആ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു സ്പിയർ ഞാൻ എർത്തിനകത്ത് കൺസിഡർ ചെയ്തു. വട്ടം, അത് എർത്ത്, അതിനകത്തൊരു വട്ടം, അത് എന്താണ്? എർത്തിനകത്ത് ഞാനൊരു കൺസിഡർ ചെയ്ത ഒരു പോർഷൻ. അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. സംഭവം സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്, നിങ്ങൾക്കറിയാം സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? gm/r². പറഞ്ഞേ, gm/r². അത് ഇക്വേഷൻ നമ്പർ 1. എഴുതി ഉടനെ 1 എന്ന് കാച്ചിയേക്കണം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആദ്യം ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണ്ട. ഇതിലെന്തോ കളിയുണ്ട് സാർ, നേരത്തെ gm/r² 1 കൊടുത്തു, പക്ഷെ ഇപ്പൊ കൊടുത്തില്ല. ഉണ്ട്, അതിന് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് G = gm/r². ഓക്കെ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നേരത്തെ ചെയ്ത പോലെ ഹൈറ്റിലായപ്പോൾ R+H കൊടുത്തു. അപ്പൊ ഡെപ്തിലാവുമ്പോൾ R-D കൊടുക്കണം. അങ്ങനല്ലേ? അങ്ങനല്ല. നമുക്കറിയാം ഡെൻസിറ്റി റോ. ഡെൻസിറ്റിയെ ഞാൻ സൂചിപ്പിക്കുന്ന അക്ഷരം റോ എന്നാണ് കേട്ടോ. ഡെൻസിറ്റി എന്തോ പറഞ്ഞേ? ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു നമുക്കറിയാളാ മാസ് ബൈ വോളിയം. എർത്തിന്റെ ഡെൻസിറ്റിയെ കുറിച്ച് പറയുന്നത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അവിടുന്ന് മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. Density is equal to mass by volume. Mass is equal to density into volume. പരിപാടി സിമ്പിൾ. മാസിനെ നമുക്കിപ്പോ M എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ക്യാപിറ്റൽ M, കാരണം എർത്തിന്റെ മാസ് ആണ്. ഡെൻസിറ്റി റോ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. റോ ഇൻറ്റു വോളിയം.
ആരുടെ വോളിയം? എർത്തിന്റെ വോളിയം. ആരുടെ വോളിയം? എർത്തിന്റെ വോളിയം. എർത്തിന്റെ ഷേപ്പ് എന്താ? സ്പിയർ. സാർ നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, സ്പിയർ ആണെന്ന് സങ്കല്പിക്കുക. എർത്തിന്റെ ഷേപ്പ് ഏകദേശം എന്താണെന്ന് സങ്കല്പിക്കുക? സ്പിയർ. അപ്പൊ സ്പിയർ ആണെങ്കിൽ വോളിയത്തിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. 10ാം ക്ലാസ് മാത്സ് ആണ്. 4/3 πr³. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ മക്കളെ? 4/3 πr³. 4/3 πr³. 4/3 πr³. അത്രേ ഉള്ളൂ. ആർ എന്തുവാ? എർത്തിന്റെ റേഡിയസ്. ക്യാപിറ്റൽ ആർ എന്താണ്? എർത്തിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് മാസ് കിട്ടി റോ ഇൻറ്റു 4/3 πr³. മാസ് എന്തോ കിട്ടിയേ? റോ ഇൻറ്റു 4/3 πr³. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ മക്കളെ, ശ്രദ്ധിച്ചേടാ. നമ്മളിപ്പോ എഴുതി വെച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് G is equal to gm/r². അവിടെ എമ്മിന് പകരം നമുക്ക് ഇട്ട് കൊടുക്കാം G ഇൻറ്റു എമ്മിന് പകരം ഇപ്പൊ കണ്ടുപിടിച്ചത് എന്തുവാ? റോ ഇൻറ്റു 4/3 πr³ ആണോ അല്ലയോ? റോ ഇൻറ്റു 4/3 πr³. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. റോ ഇൻറ്റു 4/3 πr³. എന്തിനു പകരമാ സാർ ഇട്ട് കൊടുത്തത്? മാസിന് പകരം ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ആര് കിടപ്പുണ്ട്? r². ഇനി വെട്ടിച്ചാവേണ്ടവനെല്ലാം വെട്ടിക്കൊല്ല. r² ചത്തു, r³ ചത്തു. r² ചത്തു. ബാക്കി എന്തുണ്ട്? G is equal to G rho 4/3 πr. ഇക്വേഷൻ നമ്പർ 1 അവിടെ കൊടുക്കണ. ഇക്വേഷൻ നമ്പർ 1 നേരത്തെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുത്തില്ല. അത് ഇവിടെ കൊടുക്കാൻ വേണ്ടിട്ടാ. അവിടെ കൊടുത്തു ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ഡെപ്തിൽ നമ്മൾ ആദ്യം എഴുതി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G is equal to gm/r². പിന്നെ നമ്മൾ എന്താ ചെയ്തേ മക്കളെ? അകത്തോട്ട് പോയത് കൊണ്ട് നമ്മൾ ഇവിടെ മാസും ഡെൻസിറ്റിയും വോളിയവും തമ്മിലുള്ള കണക്ഷൻ എടുത്തു. എന്തൊക്കെയാ? മാസും ഡെൻസിറ്റിയും വോളിയവും തമ്മിലുള്ള കണക്ഷൻ എടുത്തു. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസ് m എന്ന് എഴുതാം, ഡെൻസിറ്റി റോ എന്ന് എഴുതാം. വോളിയം ആരുടെ വോളിയം? ഇവിടെ ആരാ എടുത്തിരിക്കുന്നത്? എർത്താ അല്ലയോ? എർത്തല്ലയോ എടുത്തിരിക്കുന്നത്? സോ എർത്തിന്റെ വോളിയം, എർത്തിന്റെ ഷേപ്പ് എന്തുവാ? സ്പിയർ. തൽക്കാലം സ്പിയർ എന്ന് അസ്യൂം ചെയ്യുക. എർത്തിന്റെ ഷേപ്പ് സ്പിയർ. സ്പിയറിന്റെ വോളിയം 4/3 πr³. അവിടെ r കൊടുക്കുമ്പോൾ സ്മോൾ r കൊടുക്കരുത്. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ r ആണ്. r അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ മാസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു gm/r². എമ്മിന് പകരം 4/3 റോ ഇൻറ്റു 4/3 πr³ ഡിവൈഡഡ് ബൈ r². r²ഉം r³ r കൂടെ വെട്ടിച്ചത്ത് കൊന്നു. ബാക്കി എന്തുണ്ട്? G is equal to G rho 4/3 πr. ഇക്വേഷൻ നമ്പർ 1. ഇനി പരിപാടി സിമ്പിൾ, അടിപൊളി. അപ്പൊ G കണ്ടുപിടിച്ചു സർഫസിൽ. ഡെപ്തിലെ G എങ്ങനെ എഴുതാം? GD. ഹൈറ്റിലെ G എങ്ങനെ എഴുതും? GH. കാണാത്തവരെ പോയി ഓടിച്ചെന്ന് കണ്ടിട്ട് വരണം. ഹൈറ്റിലെ G എങ്ങനെ എഴുതി? G of h സഫിക്സ് ആയിട്ട് h കൊടുത്തു. ഇവിടെ സഫിക്സ് ആയിട്ട് നമ്മൾ d കൊടുക്കും. GD is equal to G rho 4/3 π. ഇവിടെ മക്കളെ h ഹൈറ്റിൽ പോയപ്പോൾ r ന് പകരം r പ്ലസ് h കൊടുത്തെങ്കിൽ, h ഹൈറ്റിൽ പോയപ്പോൾ r ന് പകരം r പ്ലസ് h കൊടുത്തെങ്കിൽ, ഡെപ്തിലേക്ക് പോകുമ്പോൾ r ന് പകരം നിങ്ങൾ കൊടുക്കും. പറഞ്ഞോ? എനിക്ക് കേൾക്കാം r മൈനസ് d. യെസ്, വെരി ഗുഡ്. r മൈനസ് d. ഡെപ്തിലേക്ക് പോകുമ്പോൾ റേഡിയസ് കുറയും, അപ്പൊ r മൈനസ് d. ഹൈറ്റിലേക്ക് പോകുമ്പോൾ റേഡിയസ് കൂടും, അപ്പൊ r പ്ലസ് h. അത്രേ ഉള്ളൂ. ദാ കൊടുത്തുടാ ഇക്വേഷൻ നമ്പർ 2. That's all. ഇനി നിങ്ങൾക്കറിയാം എന്താ ചെയ്യണ്ടേ? സാർ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യ് സാർ. അത്രേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 2 ലെഫ്റ്റ് സൈഡ് GD ബൈ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് സൈഡ് G is equal to G rho 4/3 πr minus d the whole divided by G rho 4/3 πr. വെട്ടിക്കൊല്ലടാ. G വെട്ടി റോ വെട്ടി 4/3 വെട്ടി 4/3 വെട്ടി പൈ വെട്ടി ദാ വെട്ടി. ബാക്കി എന്തുണ്ട്? G of d by G is equal to മോളിൽ എന്തോ കിടക്കുന്ന മോളിൽ ബാക്കിയെല്ലാം വെട്ടി ചത്ത് കഴിഞ്ഞു. ബാക്കി ആരൊക്കെ ഉണ്ട്? ജീവിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ട്? r minus d the whole divided by താഴെ ആരുണ്ട്? r. That's all. ഇനി നമ്മൾ എന്താ ആ r ഓരോരുത്തർക്കും സെപ്പറേറ്റ് കൊടുക്കണം. ഓരോരുത്തർക്കും കൊടുക്കുക r/r മൈനസ് d/r സെപ്പറേറ്റ് കൊടുത്തു. ആ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഓരോരുത്തർക്കും സെപ്പറേറ്റ് കൊടുത്തു. r/r മൈനസ് d/r. r/r എത്ര? 1 മൈനസ് d/r g of d/g എന്ന് കിട്ടി.
അവിടുന്ന് ഫൈനൽ ആൻസർ g of d is equal to ഇനിപ്പുറത്ത് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ g into 1 minus d by r കിട്ടി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് കിട്ടി. Acceleration due to gravity with depth കിട്ടി. g of d is equal to g into 1 minus d by r. g of h is equal to g into 1 minus 2h by r. രണ്ട് ഇക്വേഷനും പഠിച്ചു വെച്ചേക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡെപ്തിലേക്ക് പോകുമ്പോഴും ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നോ കുറയുന്നോ? കുറയുന്നു. പഠിച്ചു വെച്ചോണം, കുറയുന്നു. ഡെപ്തിലേക്ക് പോകുമ്പോഴും ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു 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 വരുന്നു. അത്രേ ഉള്ളൂ. തെറ്റിക്കല്. ഹൈറ്റിലേക്ക് പോകുമ്പോൾ കുറയും, ഡെപ്തിലേക്ക് വരുമ്പോൾ കൂടും എന്ന് പഠിച്ചു വെക്കല്ലേ. ഡെപ്തിലേക്ക് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു, ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ ഭൂമിയുടെ സെന്ററിൽ കൊണ്ടുവച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് ആർക്ക് പറയാം? ഒന്നുമില്ലടാ. അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത് എന്ത് വരും? d is equal to r വരും. ഡെപ്ത് സെന്ററിൽ പോയി നോക്കിക്കേ ആ പടം നോക്കിക്കേ. ഈ ഡെപ്ത് d ഓടി സെന്ററിൽ എത്തിയാൽ d എന്തിന് ഈക്വലായി? d r ന് ഈക്വലായി. അപ്പൊ d r ന് ഈക്വൽ ആവുമ്പോൾ ഈ ഇക്വേഷൻ എന്ത് മാറ്റം വരും? g into 1 minus r by r. 1 minus r by r. 1 minus r by r എത്ര? 1 minus 1 എത്ര? മൊട്ട. അപ്പൊ g എത്ര? മൊട്ട. at the center of the earth g എത്ര? മൊട്ട. 0. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് ദി എർത്തിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എത്ര? ഒരു ബോഡിയുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബോഡിയുടെ വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, mg. സെന്റർ ഓഫ് ദി എർത്തിൽ g0, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. സോ ബോഡിയുടെ വെയിറ്റ് 0. സെന്റർ ഓഫ് ദി എർത്തിൽ വെയിറ്റ് 0. കഴിഞ്ഞു. അടിപൊളിയായിട്ട് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് പഠിച്ചു കഴിഞ്ഞു. ഈ രണ്ട് ഡെറിവേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം മക്കളെ. നിങ്ങൾ സൂപ്പർ ആയിട്ട് പഠിക്കുക. ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഈ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ MK സാർ ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.